ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സമാൻ. അപ്പം നമ്മൾ നേരെ കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ്. നമ്മുടെ ചേട്ടനോട്ട് പോയുണ്ട്. നമ്മളങ്ങനെ കണ്ട കടലിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഗൈസ്. വേണ്ട, അതാണ് വെള്ളം. നമ്മൾ കടലിൽ പണിക്കാൻ പോവാണ് ഗൈസ്. കുറേ പണികളുണ്ട് ഗൈസ്. കടലിൽ പോകുന്നതിന് മുമ്പായിട്ടുള്ള കുറേ പണികൾ ചെയ്യാനുള്ളത്. ഓരോ നിലതണ്ട് ചെയ്തുകൊണ്ട് ആട്ടയ്ക്കകത്തിരിക്കുന്നുണ്ട് പെട്രോൾ. അതാദ്യം മേടിച്ചു. പിന്നെ ബാറ്ററി ഉണ്ട് വള്ളത്തിൽ ബാറ്ററി. അത് കറണ്ട് ചാർജ് ചെയ്യാനായിട്ട് ചാർജിങ്ങിന് ഇവിടെ ഇട്ടിരിക്കുക. അവർ പെരുന്നാളായതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നു കേട്ടോ. എന്താ ഇവിടെയാണ് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുത്തിരുന്നത്. അപ്പോൾ അവർ അടച്ചിട്ടിരുന്ന അവരെ വീട്ടിൽ ചെന്ന് കാര്യം പറയാൻ ഇപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞ സംഭവം. അങ്ങനെ നമുക്ക് ത്രില്ലിലാണ് ഈ ആദ്യമായിട്ട് കടലിൽ ബോട്ടിൽ പോയിട്ടുണ്ട്. വള്ളത്തിൽ പണിക്ക് പോകുന്ന ആദ്യമായിട്ടാ, അല്ലാതെ ജസ്റ്റ് കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്തത് കടലിൽ ഇറങ്ങിയതിന് ശേഷം കാണിയാ കേട്ടോ ഗൈസ്. ബൈ. റിഞ്ചാവാ ഹായ് പറ. യൂട്യൂബിൽ കയറ്റാ യൂട്യൂബിൽ. ഗൈസ് നോക്കൂ, നമ്മള് ഫിഷിങ്ങിന് പോണ ഗൈസ്. ബൈ ബൈ. ഹായ് പറ. അല്ലാണ്ട് ഇപ്പം ശാന്തമായിട്ട് പോവുകയാണ്. താണ്ട ഈ ഭാഗം, ആ മുട്ട് ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഗൈസ് ഒരു രക്ഷയില്ല. കുതിരപ്പുറത്ത് നടക്കുക കേട്ടോ. കാണിച്ചു തരാം. കൊല്ലം ഹാർബറാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്ന കൊല്ലം ഹാർബർ. ഓക്കെ, ഹാർബറിൽ നിന്ന് നമ്മൾ താണ്ട പള്ളിത്തോട്ടത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകാൻ പോവാണ് പുറത്തോട്ട്. നമ്മൾ ഹാർബറിന് പുറത്തോട്ട് ഇറങ്ങാൻ പോയി ഗൈസ്. നമ്മൾ വല്ല ബീച്ചൊക്കെ കാണിച്ചു തരാം. വെയിറ്റ്. ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സമാൻ. അപ്പം നമ്മൾ നേരെ കടലിലേക്ക് മീൻ പിടിക്കാൻ പോയി ഗൈസ്. നമ്മുടെ ചേട്ടനോട്ട് പോയുണ്ട്. ഇന്നലെ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. വേറൊരു ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കണ്ണിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നും കിട്ടില്ല. ഇതിനകത്തൊരു വിശ്വാസം ഉണ്ടെന്ന്. ആ വിശ്വാസം കാസൂക്ഷിക്കണം. ഏതൊരു പണിക്കും അതിൻ്റെതായ വിശ്വാസമുണ്ട്. ഓക്കെ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. അറബിക്കുന്നാണി പോലെ ആകാശത്തമ്പിളി വന്നേ. ഇളം തന്നീണം പാടിവാ. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ മണ്ണിൽ പുത്തതായുജ്യം. തേടി വണ്ണണഞ്ഞതോ കണ്ണിൽ പുത്തതായുജ്യം. നമ്മൾ വന്നതുപോലെ അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ ഫോൺ അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. നൈസിന് പേടിച്ച് വേണം ഫോൺ കയ്യിൽ പിടിക്കാൻ. തീർച്ചയായിട്ടും കടലിൽ പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. മനസ്സിലായി? അടുത്ത വെള്ളം കണ്ടതാ പോകുന്നത് ഗൈസ്. അടുത്ത വെള്ളം, ആ വെള്ളം പോകാം. അതാണെങ്ങാണ് നമ്മുടെ വെള്ളം കുലുങ്ങി ആടിയാണ് കഴിച്ചു. അവിടെ
ഇവിടുന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് കൊല്ലം ബീച്ച് ഭാഗങ്ങളിലേക്ക് വലിയ വലിയ തിരമാലകൾ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേരാണ് മുട്ട്, പുളിമുട്ട് നിർമ്മാണം. അതാണ്ട് ഇവിടം വരെ ഉള്ള പുളിമുട്ട്. അതിനപ്പുറത്തേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത് ഗൈസ്. എക്സ്പ്ലോറിങ് സംതിങ് ഡിഫറെൻറ്റ് ഫിഷിംഗ് സ്റ്റൈൽ മെത്തേഡ് in Kerala style, Kollam style fishing. Yeah guys, welcome back to my channel Travel with Saman. Welcome back to my channel. This is new video for the fisherman's live Kollam city. Yep. In India, Kerala, the state of India, a little bit state is Kerala. We are suffering to live. Okay. Hunting. Yeah, guys, we are suffering to living. We are going to catch some fish. Okay, you enjoy my video. You can enjoy my videos and everything. Oh my Jesus! What the fuck? ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇത് കിടിലൻ എൻജോയ്മെന്റ് ആണ്. കേട്ടായോ? Oh my god. An unexpected experience. This is something new, different style method of fishing. Oh my god. I will explore it. Wait. Okay, I will show you. Damn. രാത്രി മഴ കാണും. Today night will be rain, too much rain, heavy rain. Oh my god, I'm excited. കൊല്ലം ബീച്ചാണ്, ടെന്നസ് സൂമിലാണ്. വളയാ സെറ്റോണാക്ക്. ഈ വയർലെസ് പീസിന്റെ ബോക്സ് ഇരിക്കുന്നത് അതിപ്പോൾ ഓണാക്കാൻ പോകാൻ. അത് ഓണാക്കിയെങ്കിലേ അറിയത്തുള്ളൂ എവിടേക്കാണ് വർക്കുള്ള പണിയുള്ളത് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മൾ പോകണം. പിന്നെ വെള്ളം ഓടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നിങ്ങൾക്ക് ഇപ്പം ഇച്ചിരി കഴിയുമ്പോൾ കേൾക്കാൻ പറ്റും. നമുക്ക് വോയിസിനകത്ത് കേൾക്കാൻ പറ്റും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് മീൻ പിടിക്കുന്നത്. മീനുണ്ടെങ്കിൽ ആ സ്ഥലം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, ആ സ്ഥലത്തോട്ട് വന്ന് വരാൻ. അപ്പോൾ അതെല്ലാം നോക്കി കാണിച്ചു തരാം. എത്ര കിലോമീറ്റർ എവിടെയാണ് നമ്മുടെ വള്ളം ഉള്ളത്, ഇന്ന സ്ഥലത്താണ് മീനുള്ളതെല്ലാം അപ്പുറത്ത് അടുത്തുള്ള വള്ളക്കാർക്ക് റേഡിയോയിൽ വഴി പറഞ്ഞു കൊടുക്കും, വയർലെസ് വഴി. ഓക്കെ, വയർലെസ് സെറ്റാണ് ഉള്ളത്. അടുത്ത എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഓണാക്കി വെച്ചിട്ടുണ്ട്. അതാണ്ട് ഫുൾ സ്പീഡ് കയറ്റി വെച്ചിട്ടുണ്ട്. വള്ളയിൽ പുറകെ മക്കളെ 2 എഞ്ചിൻ വെച്ച് പറപ്പിക്കാൻ പോകണേ. 2 എഞ്ചിൻ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നീ അറിയാൻ താഴെ ഇരിക്കുന്നു. കത്തിച്ച് പോകണേ. ഹായ് പറഞ്ഞേ, ഹായ് പറ.
അങ്ങനത്തെ ലൈനിലോ ജയിക്കണം.